നമസ്കാരം. സാറിന്റെ 36ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ചെയ്യുന്നത്. 2025 ജനുവരിയിലെ അക്കൗണ്ടസ്റ്റ് ഹയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. ഫാമിലി പെൻഷനുള്ള അപേക്ഷാ ഫോം ഏതാണ്? നമുക്കറിയാം, ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ കുടുംബത്തിന് ലഭിക്കുന്ന പെൻഷനാണ് ഫാമിലി പെൻഷൻ. കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ആശ്രിതർക്ക്. അത് സർവീസിലിരിക്കെ മരണപ്പെട്ടാലും സർവീസ് കഴിഞ്ഞു മരണപ്പെട്ടാലും പെൻഷനായി കഴിഞ്ഞ് മരണപ്പെട്ടാലും ഈ ഫാമിലി പെൻഷൻ ലഭിക്കും. ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ബേസിക് പേയുടെ, ഇദ്ദേഹം വാങ്ങിയ ലാസ്റ്റ് ബേസിക് പേയുടെ 30%. അത് കാലാകാലങ്ങളിൽ റിവൈസ് ചെയ്യും. ഓരോ പെൻഷനും ശമ്പള പരിഷ്കരണം വരുമ്പോഴും അത് റിവൈസ് ചെയ്യും. അതിനുള്ള അപേക്ഷാ ഫോറം, ഇപ്പോൾ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി പെൻഷൻ അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപേക്ഷിക്കണം. ആ ഫോം ഏതാണെന്നാണ് ചോദിച്ചത്. അത് ഫോം 13 റൂൾ 13 ഫോം 13, ഫോം ബി. റൂൾ 13 ഫോം ബി ആണ് ഇത്. അടുത്ത ചോദ്യം. ഒരു ഉദ്യോഗസ്ഥൻ 200 ദിവസത്തേക്ക് സസ്പെൻഷനിലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് പരമാവധി എത്ര ദിവസത്തേക്കുള്ള കോമ്പൻസേറ്ററി അലവൻസുകൾക്ക് അർഹതയുണ്ട്? ഇപ്പൊ സസ്പെൻഷൻ നമുക്കറിയാം. ഒരു ലീവിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 250 ദിവസം ഹാഫ് പേ എടുത്ത് നിൽക്കുകയാണ് ഒരാൾ, അല്ലെ 250 ദിവസം ഏൺ ലീവ് എടുത്ത് നിൽക്കുക, അല്ല ഹാഫ് പേ മതി, 250 ദിവസം ലീവ് എടുത്ത് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് 180 ദിവസത്തേക്ക് മാത്രമേ കോമ്പൻസേഷൻ അലവൻസ് കിട്ടുള്ളൂ. അപ്പോൾ കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിൽ HRA, പിന്നെ ഹിൽ ട്രാക്ക് അലവൻസ്, ഇതൊക്കെ കോമ്പൻസേറ്ററി അലവൻസുകളാണ്. അപ്പോൾ HRA പൊതുവേ എല്ലാവർക്കും ഉള്ള സാധനം HRA ആണ്. ഇപ്പോൾ HRA കിട്ടണമെങ്കിൽ 180 ഡേയ്സ് ലീവ് കഴിഞ്ഞാൽ പിന്നെ HRA കിട്ടില്ല. കമ്മ്യൂട്ടഡ് ലീവ് ആണെങ്കിൽ പോലും നമ്മൾ ശമ്പളം കിട്ടുന്ന പിന്നെ ലീവുകളാണ് നമ്മൾ എടുത്താൽ പോലും 180 ദിവസത്തേക്ക് മാത്രമേ തുടർച്ചയായിട്ട് നമുക്ക് HRA കിട്ടുള്ളൂ. 180 ദിവസം കഴിഞ്ഞാൽ P+DA മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം. പൂർണ്ണമായ അധിക ചുമതല വഹിക്കുന്നതിനുള്ള പ്രത്യേക അലവൻസ് ലഭിക്കാത്തത് അധിക ചുമതലയുള്ള കാലയളവ് എത്രയിൽ കൂടാത്ത പക്ഷമാണ്? നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫുൾ അഡീഷണൽ ചാർജ് അത് എടുത്തു. ഒരു ഉദ്യോഗസ്ഥൻ ഫുൾ അഡീഷണൽ ചാർജ് എടുത്തു എന്ന് പറഞ്ഞാൽ മറ്റൊരു സീനിയർ ആയിട്ടുള്ള DDO ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ലീവിൽ പോയി, അദ്ദേഹം ഒഴിഞ്ഞുപോയി, പെൻഷൻ പറ്റി, ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥന് മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ഫുൾ അഡീഷണൽ ചാർജ് എടുക്കേണ്ടി വന്നാൽ അതിന് ചാർജ് അലവൻസ് കൊടുക്കും. ആ ചാർജ് അലവൻസ് എന്ന് പറയുന്നത് പിന്നെ 14 പ്രവൃത്തി ദിവസമെങ്കിലും ചാർജ് എടുത്താൽ മാത്രമേ ചാർജ് അലവൻസ് കിട്ടുള്ളൂ. മിനിമം എത്ര ഉണ്ടായിരിക്കണം? 14 വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരിക്കണം ചാർജ് അലവൻസ് കിട്ടണമെങ്കിൽ. ഒരാൾ കഴിഞ്ഞു 10 ദിവസം വർക്കിംഗ് ഡേ കഴിഞ്ഞപ്പം പുതിയ ആൾ വന്നാൽ ഈ ചാർജ് എടുത്തയാൾക്ക് ചാർജ് അലവൻസ് ഉണ്ടായിരിക്കില്ല. അടുത്ത ചോദ്യം ക്ലിയർ അല്ലേ? റോഡ് മൈലേജ് ക്ലെയിം ചെയ്യും. TAയുമായി ബന്ധപ്പെട്ട് റോഡ് മൈലേജ് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിന്റെ ദൂരമൊക്കെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി എടുക്കുന്ന അലവൻസ് ആണ് റോഡിലൂടെ. റോഡ് മൈലേജ് അലവൻസ് എടുക്കാൻ പറ്റുന്ന TAയിൽ കുടുംബാംഗമായി കണക്കാക്കാവുന്ന കുട്ടികളുടെ പ്രായം എത്രയിൽ താഴെയായിരിക്കണം? കുടുംബാംഗമായിട്ട് കണക്കാക്കണ റോഡ് മൈലേജിൽ കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാത്രമേ കുടുംബാംഗങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് കാര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ഗ്രേഡുകൾ തമ്മിൽ വ്യത്യാസമില്ലാത്തത്? ഇപ്പൊ നമുക്കറിയാം, TA ക്ലെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്യോഗസ്ഥരെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1, 2, 3, 4. ഗ്രേഡ് 1 ഓഫീസർ, ഗ്രേഡ് 2 ഓഫീസർ, 3 ഓഫീസർ, 4 ഓഫീസർ, അങ്ങനെ. അതിൽ ഈ 4 പേരും തമ്മിൽ DAയുടെ ഡെയിലി അലവൻസിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമാണ്, അല്ലേ? ഗ്രേഡ് 1 ഓഫീസർ 2, 3, 4. ഗ്രേഡ് 1ന് ഒരു DA, 2ന് മറ്റൊരു DA, 3ഉം 4നും വേറെ DA ഡെയിലി അലവൻസ്, അങ്ങനെയാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ഗ്രേഡുകൾ തമ്മിൽ വ്യത്യാസമില്ല. അത് 1ാമത്തെ ഗ്രേഡായാലും 4ാമത്തെ ഗ്രേഡായാലും അവർക്ക് വ്യത്യാസമില്ലാത്ത ഒരു കാര്യമുണ്ട് TAയിൽ. അത് റോഡ് മൈലേജ് ആണ്. റോഡ് മൈലേജ് അലവൻസിന്റെ കാര്യത്തിൽ ഈ ഗ്രേഡ് വ്യത്യാസം ഇല്ല. അടുത്ത ചോദ്യം.
താൽക്കാലിക ഒഴിവിലേക്ക് നിയമിക്കപ്പെട്ട അവസാന ഗ്രേഡിലുള്ള ഒരു ഉദ്യോഗസ്ഥന് എത്ര മാസത്തിൽ താഴെയുള്ള കാലാവധിക്കാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാകുന്നതിൽ നിന്ന് ഇളവുള്ളത്? അപ്പോൾ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, താൽക്കാലിക ഒഴിവിലേക്ക് നിയമിക്കപ്പെട്ട ഒരു ലാസ്റ്റ് ഗ്രേഡ്, അവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. ഫിറ്റ്നസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മെഡിക്കൽ ഫിറ്റ്നസ്. ആൻ ഓഫീസർ ഇൻ ദ ഫസ്റ്റ് ഗ്രേഡ് officer in the last grade appointed in a temporary vacancy of less than dash months duration is exempted from producing a medical certificate of health. അങ്ങനെയുള്ള ഒരു അപ്പോൾ 6 മാസത്തിൽ താഴെ താൽക്കാലിക സർവീസിലേക്ക് ഒരാൾ അപ്പോയിന്റ് ചെയ്താൽ, സാധാരണ 179 ഡേയ്സ് ഒക്കെയാണ് കൊടുക്കുക, അങ്ങനെ ചെയ്താൽ അയാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമുള്ള ഈ രാഷ്ട്രീയ സർവന്റ്. അടുത്ത ചോദ്യം, 1/1/95 മുതൽ ജോലിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ 31/1/2024 വിരമിച്ചു. അദ്ദേഹം 1/6/99 മുതൽ 31/12/99 വരെയും 1/2/2017 മുതൽ 31/3/2017 വരെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ ശമ്പളമില്ലാത്ത അവധിയിലായിരുന്നു. ഇപ്പൊ കുറെ മാസങ്ങൾ അയാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ ശമ്പളമില്ലാത്ത അവധി എടുത്തു എങ്കിൽ DCRDക്കായി കണക്കാക്കാവുന്ന യോഗ്യതാ സേവനം എത്രയാണ്? DCR 95 മുതൽ 2024 വരെയാണ്. അപ്പോൾ 95 മുതൽ 2024, 1/1/95 മുതൽ 31/1/2024. അവിടെ അദ്ദേഹത്തിന് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം 29 വർഷമാണ്, ഞാൻ കൂട്ടി നോക്കില്ല, 29 വർഷമാണ് കിട്ടുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ നമ്മൾ LW എടുത്താൽ അവിടെ അത് അറിയാൻ വേണ്ടിയായി ചോദ്യം. ശമ്പളം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി പിന്നെ LW എടുത്താൽ ശമ്പളമില്ല, പക്ഷേ ആ സർവീസ് ഗ്രാറ്റുവിറ്റി, ഗ്രേഡ്, ഇൻക്രിമെന്റ്, പെൻഷൻ എല്ലാത്തിനും കൂട്ടും. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയാകും. അടുത്ത ചോദ്യം, പെൻഷനർമാർ എല്ലാ വർഷവും പെൻഷൻ ബില്ലിനൊപ്പം വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട മാസം ഏതാണ്? സാധാരണഗതിയിൽ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് ഡിസംബർ മാസത്തിൽ, അത് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. പക്ഷെ ഇപ്പോൾ നമ്മൾ സാധാരണ പെൻഷൻകാർക്ക് മസ്റ്ററിംഗ് ഉണ്ട്. ഇതല്ലാതെ മസ്റ്ററിംഗ് രീതികൾ കൂടി ഇപ്പോൾ ഉണ്ട്. ഒരു കൊല്ലത്തിൽ ഒരു തവണ, ഇപ്പോൾ സെപ്റ്റംബറിൽ മസ്റ്ററിംഗ് നടത്തിയാൽ അടുത്ത സെപ്റ്റംബറിൽ മസ്റ്ററിംഗ് നടത്തണം. മസ്റ്ററിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പെൻഷൻകാർ ട്രഷറിയിൽ പോയിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മസ്റ്ററിംഗ് നടത്തുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് വേണ്ട. അടുത്ത ചോദ്യം, സർവീസിന്റെ ആദ്യ വർഷത്തിൽ ഒരു ജീവനക്കാരൻ മരിച്ചാൽ അനുവദനീയമായ ഗ്രാറ്റുവിറ്റി എത്ര മാസത്തെ ശമ്പളത്തിന് തുല്യമായിരിക്കും? നിങ്ങൾ കേൾക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ആണത്. അതായത് നമുക്ക് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒരാൾ 1 വർഷത്തിനിടെ മരണപ്പെട്ടാൽ അയാൾക്ക് 2 മാസത്തെ ശമ്പളത്തിന് തുല്യമായ ഗ്രാറ്റുവിറ്റി കൊടുക്കും. P+D ആണല്ലോ ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 മാസത്തെ ശമ്പളം, 1 വർഷത്തെ സർവീസിന് 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 മാസത്തെ ശമ്പളം കൊടുക്കും. ഇനി 5 വർഷത്തിൽ താഴെ സർവീസുള്ള ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് 6 ഇരട്ടി ഗ്രാറ്റുവിറ്റി കൊടുക്കും. ഇരട്ടി എന്ന് പറയുന്നത് മാസത്തെ ശമ്പളമാണ്. ഇനി 6 മാസത്തിനും 5 വർഷത്തിനും മുകളിൽ ജീവനക്കാരൻ മരണപ്പെട്ടാൽ അയാൾക്ക് 12 മാസത്തെ ഗ്രാറ്റുവിറ്റി കൊടുക്കും. ഇത്ര ഓർമ്മിച്ചാൽ മതി. 1 വർഷത്തിനിടെ സർവീസിലിരിക്കെ 1 വർഷത്തിനിടയിൽ മരണപ്പെട്ടാൽ 2 മാസത്തെ ഗ്രാറ്റുവിറ്റി കൊടുക്കും. 5 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ, 1 വർഷത്തിന് മേലെ 5 വർഷത്തിനുള്ളിൽ മരണപ്പെട്ടാൽ 6 മാസത്തെ ഗ്രാറ്റുവിറ്റി കൊടുക്കും. 5 വർഷത്തിന് മുകളിൽ സർവീസിലുള്ള ഒരാൾ മരണപ്പെട്ടാൽ 12 മാസത്തെ ഗ്രാറ്റുവിറ്റി കൊടുക്കും. അതിൽ നിന്നൊരു ചോദ്യം വന്നാൽ ഇനി എഴുതാലോ. ഓക്കെ, അടുത്ത ചോദ്യം, ഒരേ ദിവസം ട്രെയിനിലും വിമാനത്തിലും യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ വിമാനയാത്രകൾക്ക് കൂടി ചുരുങ്ങിയത് എത്ര ഡെയിലി അലവൻസ് നിരക്കിൽ യഥാർത്ഥ യാത്രാ ചെലവ് ലഭിക്കും?
ട്രെയിനിൽ യാത്ര ചെയ്താലും പിന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും രണ്ട് യാത്രകൾക്കും കൂടിയിട്ട് ഒരു DA ആണ് അനുവദിക്കുക. ഒരു ഡെയിലി അലവൻസ് ആണ് രണ്ടിനും കൂടി അനുവദിക്കുക. വിമാനത്തിലും ട്രെയിനിനും കൂടി യാത്ര ചെയ്യുമ്പോൾ ഡെയിലി അലവൻസ് ട്രെയിനിനൊന്ന് വിമാനത്തിനൊന്ന് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറില്ല. രണ്ടിനും കൂടി ഒരു ഡെയിലി അലവൻസ് ആണ് അനുവദിക്കുക. അടുത്ത ചോദ്യം, രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം എത്രയായാൽ മാത്രമേ ഒരു ട്രാൻസ്ഫർ സ്റ്റേഷൻ മാറ്റമായി കണക്കാക്കുകയുള്ളൂ. ഒരാളെ ട്രാൻസ്ഫർ ചെയ്തു, ഒരു ഉദ്യോഗസ്ഥനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, പക്ഷേ അയാൾ 8 കിലോമീറ്റർ ഉള്ളിലുള്ള മറ്റൊരു ഓഫീസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ അയാൾ സ്റ്റേഷൻ മാറിയിട്ടില്ല എന്നാണ് കണക്കാക്കുക. മനസ്സിലായില്ലേ? 8 കിലോമീറ്റർ പുറത്തുള്ള ഒരു ഓഫീസിലേക്ക് മാറ്റിയാൽ മാത്രമേ അയാൾ സ്റ്റേഷൻ മാറ്റമായിട്ട് കണക്കാക്കുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഒരു ഉദ്യോഗസ്ഥനെ 8 കിലോമീറ്റർ ഉള്ളിലുള്ള മറ്റൊരു ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയതെങ്കിൽ അയാള് സ്റ്റേഷൻ മാറിയിട്ടില്ല, ആ സ്റ്റേഷനിൽ തന്നെ. അപ്പൊ 8 കിലോമീറ്ററിനുള്ളിലുള്ള എല്ലാത്തിനെയും ഒരു സ്റ്റേഷനായിട്ടാണ് കണക്കാക്കുക. ഓക്കെ. ഗ്രേഡ് 2B ഓഫീസർ, ഗ്രേഡ് 2B ഓഫീസർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ അർഹതയുള്ളത് ഏതാണ്? തേർഡ് AC-യിലാണ്. തേർഡ് AC-യിൽ 2B ഓഫീസർ തേർഡ് AC-യിൽ യാത്ര ചെയ്യാം. തേർഡ് AC ഇല്ലെങ്കിൽ, ആ ട്രെയിനിൽ തേർഡ് AC ഇല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം. അങ്ങനെയാണ്. അടുത്ത ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗ്രേഡ് 1 ഓഫീസർ, 2B, അങ്ങനെ ഓഫീസർമാർക്ക് നമുക്കറിയാം 3ഉം 4ഉം സെക്കൻഡ് ക്ലാസ്സിലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 2B, 2A, 2B ഇവർക്കൊക്കെ ഏതൊക്കെ ഗ്രേഡിലുള്ള ഏതൊക്കെ ട്രെയിനുകളിൽ, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്യാമെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കണം. ആ ഭാഗത്തുനിന്ന് എപ്പോഴും ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥന് തൻ്റെ മുഴുവൻ സേവന കാലയളവിൽ അനുവദിക്കാവുന്ന ലീവ് നോട്ട് ഡ്യൂ എത്ര ദിവസമാണ്? പരമാവധി ലീവ് നോട്ട് ഡ്യൂ 360 ദിവസം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ചോദ്യമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. ലീവ് നോട്ട് ഡ്യൂ ടോട്ടല് ഇൻ എ സർവീസ് 360 ദിവസമാണ്. ഒരു സർക്കാർ ജീവനക്കാരന്റെ യാത്രാ അലവൻസിനുള്ള അവകാശം നഷ്ടപ്പെടും. അലവൻസ് ലഭിക്കേണ്ട തീയതി മുതൽ എത്ര കാലത്തിനുള്ളിൽ ഡ്രോയിങ് ഓഫീസർക്കോ കൺട്രോളിംഗ് ഓഫീസർക്കോ ക്ലെയിം സമർപ്പിച്ചില്ലെങ്കിൽ, അത് 2 വർഷത്തിനുള്ളിൽ ടിഎയുടെ ക്ലെയിം സമർപ്പിച്ചില്ലെങ്കിൽ അത് കിട്ടാനുള്ള അവകാശം നഷ്ടപ്പെടും എന്നാണ്. എന്നാൽ ട്രാൻസ്ഫർ ടി എ നിർബന്ധമായിട്ടും 1 വർഷത്തിനുള്ളിൽ ക്ലെയിം സമർപ്പിച്ചിരിക്കണം. ട്രാൻസ്ഫർ ടി എ 1 കൊല്ലത്തിനുള്ളിൽ സമർപ്പിച്ചിരിക്കണം. ഇതിൻ്റെ സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു പോകട്ടെ, നമുക്ക് എപ്പോഴും ഇൻസിഡൻ്റൽ എക്സ്പെൻസ്, ഒരു യാത്രയിൽ ഉണ്ടാവുന്ന ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എപ്പോഴും മിനിമം ½ DA ആണ്. ഇത് ഓർമ്മിച്ച് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇൻസിഡൻ്റൽ എക്സ്പെൻസ് മിനിമം അര ഡെയിലി അലവൻസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. മിനിമം അത് കൊടുക്കണം. അര ഡെയിലി അലവൻസ് കൊടുത്തിരിക്കണം ഇൻസിഡൻ്റൽ എക്സ്പെൻസ്. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയറിംഗ് പെൻഷന് അർഹനാകുന്ന എത്ര വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കുമ്പോഴാണ്? റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി റിട്ടയർമെന്റ് ആണ്. അത് 20 വർഷത്തെ സേവനം ഉണ്ടെങ്കിലേ അയാൾക്ക് അത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, 29 വർഷവും 6 മാസവും യോഗ്യതാ സേവനമുള്ള ഇനിയും 4 വർഷം സർവീസിനായുള്ള ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയറിംഗ് പെൻഷനായി അപേക്ഷിക്കുന്നു. പെൻഷനായി കണക്കാക്കുന്ന അദ്ദേഹത്തിന്റെ യോഗ്യതാ സേവനം എത്രയായിരിക്കും? ശ്രദ്ധിച്ചു കേൾക്കണേ. 29 വർഷവും 6 മാസവും നിലവിലുണ്ട്, ഇനിയും 4 വർഷം സർവീസും ഉണ്ട്. അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റിന് അപേക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പെൻഷനായി കണക്കാക്കുന്ന അദ്ദേഹത്തിന്റെ യോഗ്യതാ സേവനം, പെൻഷനായി കണക്കാക്കുന്ന യോഗ്യതാ സേവനം 30 വർഷമായിട്ട് കണക്ക് കൂട്ടുള്ളൂ. എന്നാൽ DCRGക്ക് കണക്ക് കൂട്ടുന്നെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? 33 വർഷവും കിട്ടും. ഓക്കെ അല്ലേ? പെൻഷൻ ആയതുകൊണ്ടാണ്, കാരണം ഫുൾ പെൻഷന്റെ വർഷം എന്ന് പറയുന്നത് 30 വർഷം.
അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം ചോദ്യം ഒന്ന് വായിക്കാം ഞാൻ. ദ സർവീസ് ബുക്ക് ഓഫ് ആൻ എംപ്ലോയി Service book of an employee who retired from service shall be retained by the head of office for a period of from the last years from the date of retirement. ഒരു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന്റെ സർവീസ് ബുക്ക് അവിടെ നിലവിലുള്ള ഹെഡ് ഓഫ് ഓഫീസ് എത്ര കാലം സൂക്ഷിക്കണം? റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്റെ സർവീസ് ബുക്ക് 25 വർഷം സൂക്ഷിക്കണം. ഓർമ്മിച്ച് വെക്കണേ, സ്ഥിരമായി കാണുന്ന ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ. അടുത്ത ചോദ്യം. പൊതുവെ ഒരേ സ്ഥലത്ത് നിർത്തുന്നതിനുള്ള ഡെയിലി അലവൻസ് തുടർച്ചയായി എത്ര ദിവസത്തിൽ കൂടുതൽ അനുവദിക്കില്ല? ഒരു സ്ഥലത്ത് എന്തെങ്കിലും ട്രെയിനിങ്ങോ എന്തെങ്കിലും ആട്ടെ, ഇപ്പൊ 90 ദിവസമൊക്കെയാണ് ട്രെയിനിങ്ങിനെ വിട്ടതെങ്കിൽ ഡെയിലി അലവൻസ് തുടർച്ചയായി എത്ര ദിവസത്തിൽ കൂടുതൽ അനുവദിക്കില്ല? തുടർച്ചയായി 30 ദിവസത്തിൽ കൂടുതൽ ഫുൾ DA അനുവദിക്കില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ജനറലി ഡെയിലി അലവൻസ് ഫോർ ഹോൾട്ട്. ഒരു മിനിറ്റ്, അത് സംശയമുണ്ട്. ജനറലി ഒരു മിനിറ്റ്, ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഒരു ചെറിയ സംശയം വന്നിട്ടുണ്ട് എനിക്ക് തന്നെ. ഓക്കെ, നമ്മൾ 10 ദിവസമാണ് ജനറലി, അതായത് പൊതുവെ ഒരേ സ്ഥലത്ത് നിർത്തുന്നതിനുള്ള ഡെയിലി അലവൻസ് തുടർച്ചയായി എത്ര ദിവസത്തിൽ കൂടുതൽ അനുവദിക്കില്ല എന്നാ. അത് 10 ദിവസത്തിൽ കൂടുതൽ അനുവദിക്കില്ല എന്നാ. അടുത്ത ചോദ്യം. കാഷ്വൽ ലീവ് അവധികളുമായി ചേർത്തെടുക്കാമെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്നുള്ള ആകെ അവധി എത്ര ദിവസത്തിൽ കൂടാൻ പാടില്ല? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കാഷ്വൽ ലീവ് അവധികളുമായി ചേർത്തെടുക്കാമെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്നുള്ള ആകെ അവധി എത്ര ദിവസത്തിൽ കൂടാൻ പാടില്ല? 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. ഡ്യൂട്ടിയിൽ നിന്നുള്ള അവധി 15 ദിവസത്തിൽ കൂടാൻ പാടില്ല എന്നാണ്. സാധാരണഗതിയിലെ ടീച്ചേഴ്സ് പോലെയുള്ളവർക്ക് ആകെ കാഷ്വൽ ലീവ് 15 ദിവസമാണ്. എന്നാൽ അവരുടെ ഒരു റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോളിഡേയ്സും കാഷ്വൽ ലീവും കൂടി 15 ദിവസം എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നൊരു മറ്റൊരു റൂളും ഉണ്ട്. അടുത്ത ചോദ്യം. ഓപ്പറേഷൻ വഴി ഭേദമാക്കാവുന്ന അസുഖം ബാധിച്ച ഒരാള് ഓപ്പറേഷന് വിധേയനാകാൻ വിസമ്മതിക്കുകയും തൽഫലമായി അയോഗ്യനാക്കപ്പെടുകയും ചെയ്താൽ എന്ത് ആനുകൂല്യമാണ് ലഭിക്കുക? മനസ്സിലായില്ലേ? ഓപ്പറേഷൻ വഴി ഭേദമാക്കാം അസുഖം, പക്ഷെ അയാൾ അതിന് തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ അയാളെ അയോഗ്യനാക്കപ്പെട്ടാൽ സാധാരണഗതി അത്തരം ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്ത് ആനുകൂല്യമായി അയാൾക്ക് ലഭിക്കാൻ? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ ലഭിക്കില്ല എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം. മാസത്തിൽ 600 രൂപ PTA ലഭിക്കാൻ അർഹതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു മാസം കുറഞ്ഞത് 15 ദിവസം ടൂറിലായിരിക്കണം. അദ്ദേഹം ആ മാസം 12 ദിവസം മാത്രം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ മാസത്തെ PTA ആയി ലഭിക്കുന്ന തുക എത്ര? നോക്കണേ. ഒരു ഉദ്യോഗസ്ഥന്റെ പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്, അഥവാ ഒരു ഉദ്യോഗസ്ഥൻ സ്ഥിരമായിട്ട് അവരുടെ പ്രവർത്തന മേഖല ഏരിയയിൽ യാത്ര ചെയ്യേണ്ട ഉദ്യോഗസ്ഥനാണ് സ്ഥിരമായിട്ട് എങ്കിൽ അയാൾക്ക് നിർബന്ധമായിട്ടും 15 ദിവസം ടൂറ് ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ടൂർ ഡയറി ഒക്കെ ഉണ്ട്, അതിന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. 15 ദിവസം ടൂറിലായിരിക്കണം എന്നാണ് നിയമം. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ആ മാസം 12 ദിവസം മാത്രമേ ടൂറിങ് നടത്തിയിട്ടുള്ളൂ. അങ്ങനെയാണ് അതിനാനുപാതികമായിട്ട് അയാൾക്ക് PTA കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 600 15 ദിവസത്തേക്ക് കിട്ടുക. 12 ദിവസത്തേക്ക് എത്രയായിരിക്കും? 480 രൂപ അതിനാനുപാതികമായിട്ട് കുറയ്ക്കണം എന്നുള്ളത് കണക്ക് കൂട്ടിയെടുത്താൽ മതി. ഇവിടെ 480 ദിവസമാണ് 12 ദിവസത്തേക്ക് PTA കിട്ടുക. PTA എന്ന് പറഞ്ഞാൽ പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്. അടുത്ത ചോദ്യം. രണ്ടാമത്തെ കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനായി ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് ലഭിക്കാവുന്ന പരമാവധി ചൈൽഡ് അഡോപ്ഷൻ ലീവ് എത്ര ദിവസമാണ്? രണ്ടാമത്തെ കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടാമത്തെ കുഞ്ഞിന് ദത്തെടുക്കുന്നതിന് ചൈൽഡ് അഡോപ്ഷൻ ലീവ് കിട്ടുന്നതല്ല.
ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് മാത്രമേ ചൈൽഡ് അഡോപ്ഷൻ ലീവ് കിട്ടുന്നുള്ളൂ. അടുത്ത ചോദ്യം. ഒരു ജീവനക്കാരന്റെ പൂർത്തിയായ ഓരോ വർഷത്തെ യോഗ്യതാ സേവനത്തിൽ ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റിയുടെ അളവ് എത്രയാണ്? ഗ്രാറ്റുവിറ്റി ഒരു കംപ്ലീറ്റ് ഇയറിന് എത്രയാ കൊടുക്കുക? അരമാസത്തെ ശമ്പളമാണ്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിന് അരമാസത്തെ ശമ്പളമാണ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം. ഡെപ്യൂട്ടേഷനിൽ വിദേശ സർവീസിലുള്ള സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ വീതം ഈടാക്കുന്നത് ഡെപ്യൂട്ടേഷൻ അനുവദിച്ച തസ്തികയുടെ പരമാവധി ശമ്പള സ്കെയിലിന്റെ എത്ര ശതമാനം നിരക്കിലാണ്? നമുക്കറിയാലോ, ഡെപ്യൂട്ടേഷനായിട്ട് ഒരു ഫോറിൻ സർവീസിലേക്ക് ഒരാൾ പോയാൽ അയാൾ സർക്കാർ ജീവനക്കാരനായിരിക്കും, അപ്പുറത്ത് പ്രൊജക്റ്റ് ആയിരിക്കും ഈ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. അയാൾ പോയി കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിൽ നിന്ന് അല്ലെ ഫോറിൻ സർവീസിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഗവൺമെന്റിലേക്ക് അയച്ചു കൊടുക്കണം. ആ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അയാൾക്കൊരു ശമ്പള സ്കെയിൽ ഉണ്ടാവും. ആ ശമ്പള സ്കെയിലിന്റെ പരമാവധിയുടെ എത്രയാ? 15% എന്നാണ് വ്യവസ്ഥ. ശമ്പള സ്കെയിലിന്റെ പരമാവധിയുടെ 15% എന്ത്? ഈ പെൻഷൻ കോൺട്രിബ്യൂഷൻ എന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു ഉദ്യോഗസ്ഥനെ ഉയർന്ന ശമ്പള സ്കെയിലിൽ നിയമിക്കുമ്പോൾ കീഴ് ശമ്പള സ്കെയിലിലെ അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് തൊട്ടടുത്ത ഘട്ടം പ്രാരംഭഘട്ടമായി ലഭിക്കും. ഇത് ഏത് ചട്ടത്തിലെ ആണ് പരാമർശിക്കണേ? ഒരു ഉദ്യോഗസ്ഥനെ ഉയർന്ന ശമ്പള സ്കെയിലിൽ നിയമിച്ചു. അപ്പോൾ താഴെയുള്ള ശമ്പള സ്കെയിലിലെ അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് തൊട്ടടുത്ത ഘട്ടത്തിൽ പേ ഫിക്സ് ചെയ്യുക. താഴെയുള്ള ശമ്പള സ്കെയിലിന്റെ തൊട്ടടുത്ത ഘട്ടത്തിൽ ഫലത്തിൽ ഒരു ഇൻക്രിമെന്റ് അയാൾക്ക് കിട്ടുള്ളൂ എന്നർത്ഥം. ആ റൂളാണ് ഇത് 37A എന്ന് പറയുന്നത്. ആ റൂളാണ്. താഴ്ന്ന സ്കെയിലിലെ തുടക്ക ശമ്പളത്തിന്റെ തൊട്ടടുത്ത സ്കെയില്, അയാളുടെ താഴ്ന്ന സ്കെയിൽ അയാൾ വാങ്ങിക്കൊണ്ടിരുന്ന ബേസിക് പേയുടെ തൊട്ടടുത്ത ഘട്ടത്തിൽ ഫിക്സ് ചെയ്യുന്നതാണ് റൂള് 37A എന്ന് പറയുന്നത്. മറ്റൊരു ഗവൺമെന്റിന് വേണ്ടിയോ പബ്ലിക് ബോഡിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഒരു ഉദ്യോഗസ്ഥനും ജോലി ഏറ്റെടുക്കാൻ പാടില്ല. അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആരുടെ അനുമതി ഇല്ലാതെ പ്രതിഫലം സ്വീകരിക്കാൻ പാടില്ല. ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ പ്രതിഫലം സ്വീകരിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം. അനുമതിയില്ലാതെ വൈകി ഹാജരാകുന്ന ഓരോ ദിവസത്തിനും ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതപ്പെട്ട ഒരു കാഷ്വൽ ലീവ് നഷ്ടപ്പെടുത്തേണ്ടി വരും. 3 ദിവസം ലേറ്റായി വന്നാലാണ് ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് പോവുക. തുടർച്ചയായി ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തങ്ങുന്ന സ്ഥലത്തെ ഉദ്യോഗസ്ഥന്റെ താൽക്കാലിക ആസ്ഥാനമായിട്ട് കണക്കാക്കണം. അതായത് തുടർച്ചയായിട്ട് 10 ദിവസം ഒരിടത്ത് തങ്ങിയാൽ അതിനെ താൽക്കാലിക ആസ്ഥാനം എന്ന രീതിയിൽ കണക്കാക്കണം. TR റൂളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തുടർച്ചയായി എത്ര ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തങ്ങുന്ന സ്ഥലത്തെ ഉദ്യോഗസ്ഥന്റെ താൽക്കാലികമായി ആസ്ഥാനമായിട്ട് കണക്കാക്കണം? 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തങ്ങുന്ന സ്ഥലത്തെയാണ് താൽക്കാലിക ആസ്ഥാനമായിട്ട് കണക്കാക്കണമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ജീവനക്കാർ അധിക സമയം ജോലി ചെയ്തതിന്റെ വിശദാംശങ്ങളും അതിനായി നൽകിയ അലവൻസുകളും രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് ഏത് ഫോമിലാണ്? അതായത് നിയമസഭാ സമ്മേളന കാലയളവിൽ ജീവനക്കാർ അധിക സമയമൊക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളും അതിനായി നൽകിയ അലവൻസും രേഖപ്പെടുത്തുന്നത് രജിസ്റ്ററാണ്. ആ രജിസ്റ്റർ ഫോം നമ്പർ 14 ആണ്. അടുത്ത ചോദ്യം. ഓരോ സർക്കാർ ജീവനക്കാരനും താൻ വിരമിക്കുന്നതിന് മുമ്പായിട്ട് പെൻഷനായി ഔദ്യോഗിക അപേക്ഷ സമർപ്പിക്കേണ്ടത് കുറഞ്ഞത് എത്ര സമയം മുൻകൂട്ടി ആയിരിക്കണം? അപ്പോൾ പെൻഷൻ ആകുന്നതിന് 1 വർഷം മുമ്പ് പെൻഷനുള്ള ഔദ്യോഗിക അപേക്ഷ കൊടുക്കാവുന്നതാണ്. അടുത്തത്. ഒരു ഉദ്യോഗസ്ഥൻ പൊതു താൽപര്യത്തിന്റെ പേരിൽ കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് സ്ഥലം മാറി പോവുകയാണെങ്കിൽ യാത്രക്കിടയിൽ അദ്ദേഹം എന്തിനാണ് അർഹനാവുന്നത്? ഈ യാത്രക്കിടയിലുള്ള ആ പീരീഡിനെ
അതായത് ജോയിനിങ് ടൈം പീരീഡിനെ നമ്മൾ ട്രാൻസിറ്റ് പീരീഡ് എന്നാണ് പറയുക. അപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്നതിനിടയിലുള്ള ആ കാലഘട്ടത്തെ ട്രാൻസിറ്റ് പീരീഡ് എന്നാണ് പറയുക. ആ ട്രാൻസിറ്റ് പീരീഡിൽ അയാൾക്ക് ബാധകമായിട്ടുള്ളത് പഴയ സ്റ്റേഷനിലെ HR ആണ്. അതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അയാൾക്ക് ബാധകമായിട്ടുള്ളത് പഴയ സ്റ്റേഷനിലെ HR അയാൾക്ക് ട്രാൻസിറ്റ് പീരീഡിലും കിട്ടും. ചിലപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്കായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് പഞ്ചായത്തിലേക്കായിരിക്കും. അപ്പോൾ കോർപ്പറേഷനിൽ 10% HR ഉണ്ട്, എന്നാൽ പഞ്ചായത്തിലാണെങ്കിൽ 4% ഉള്ളൂ. അല്ല, മുനിസിപ്പാലിറ്റി ജില്ലാ ആസ്ഥാനമാണ് 8% ഉണ്ട്, സാധാരണ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 6% HR ആണ്. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഈ ട്രാൻസിറ്റ് പീരീഡിൽ നമുക്ക് എന്ത് കിട്ടും? പഴയ സ്റ്റേഷനിലെ HR കിട്ടും, ജോയിൻ ചെയ്യുന്ന ഡേറ്റ് വരെ. അടുത്ത ചോദ്യം. 1/4/2021 മുതൽ 80 വയസ്സ് പൂർത്തിയാക്കിയ സർവീസ് പെൻഷൻകാർക്ക് ഫാമിലി പെൻഷൻകാർക്ക് പ്രതിമാസം നൽകേണ്ട പ്രത്യേക അലവൻസ്. നമുക്കറിയാം, പെൻഷനർക്ക് 80 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു അലവൻസ് ഉണ്ട്. അത് ഈ 2019 പേർവിഷനിലാണ് വന്നത്. അത് 1000 രൂപയാണ്. 80 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നാൽ ഒരു പെൻഷനർമാർക്ക് സ്പെഷ്യൽ അലവൻസ് ആയിട്ട് 1000 രൂപ കൊടുക്കും. അത് 2019 പേർവിഷനിൽ 2021 മുതലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അടുത്ത ചോദ്യം. എല്ലാ കീഴ് ജീവനക്കാരുടെയും സർവീസ് ബുക്കുകളുടെ വാർഷിക പരിശോധന പൂർത്തിയായെന്ന വാർഷിക റിപ്പോർട്ട് ഓരോ വകുപ്പ് മേധാവിയും ഗവൺമെന്റിന് സമർപ്പിക്കേണ്ട തീയതി ജൂൺ 1. അടുത്തത്. വിരമിക്കലിന് മുമ്പുള്ള അവധി, അതായത് എന്ന് പറഞ്ഞാൽ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്, നമ്മൾ LPR എന്ന് പറയും, ഉൾപ്പെടെയുള്ള അവധി ലഭിക്കാവുന്ന കാലയളവിൽ HR മറ്റ് അലവൻസുകളും ലഭിക്കും. എന്നാൽ അവധിയുടെ കാലയളവ് എത്ര ദിവസത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ LPR 300 ദിവസത്തേക്ക് LPR എടുത്തെന്ന് വെക്കുക. നമ്മുടെ ക്രെഡിറ്റിൽ ലീവ് ഉണ്ടായിരുന്നു, ഏത് ലീവ് ആവട്ടെ, HPL, ഹാഫ് ലീവ്, കമ്മ്യൂട്ടഡ് ഒക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 300 ദിവസം എന്തെടുത്തു? LPR എടുത്തു, ലീവ് പ്രൈറ്റർ ഒരു ലീവ് എടുത്തു. അപ്പം നമുക്ക് HR എത്ര വരെ കിട്ടും? രണ്ടാമത്തെ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. HR 180 ദിവസത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ. അതായത് അടുത്ത ഒരു ചോദ്യം, പുതിയ പുതിയ ചോദ്യമാണ് ഇത് വന്നിരിക്കുന്നത്, ഞാനൊന്ന് പറയാം. ആ ചോദ്യം എന്ന് പറയുന്നത് കേൾക്കുക. ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ് ആൻഡ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഹൂ ആർ ഇൻ ദ സ്കെയിൽ ഓഫ് ഡാഷ് ടു ഗവൺമെന്റ് ആൻഡ് എബോവ് ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ചാർജ് അലവൻസ് ഫോർ ഹോൾഡിംഗ് അഡീഷണൽ ചാർജ് ഓഫ് അതർ പോസ്റ്റ്. അതായത് സെക്രട്ടറിയുടെ, എൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ കിടക്കുന്നത്, സെക്രട്ടറിയുടെ പദവിയിൽ കൂടുതലുള്ള ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥര്, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥര്, ജുഡീഷ്യൽ ഓഫീസർമാർ എന്നിവര് അധിക ചുമതലകൾ വായിക്കുന്നതിന് ചാർജ് അലവൻസ് കിട്ടില്ല. അത് സെക്രട്ടറിയുടെ പദവിയിൽ കൂടുതലുള്ള ഉദ്യോഗസ്ഥർക്ക് മറ്റ് ചാർജുകൾ എടുത്താലും അവർക്ക് ചാർജ് അലവൻസ് കിട്ടുന്നതല്ല. അടുത്ത ചോദ്യം. ഒരു ഉദ്യോഗസ്ഥൻ താൻ സർവീസിൽ പ്രവേശിച്ച തീയതി മുതൽ എത്ര വർഷത്തിനുള്ളിൽ തനിക്ക് മുമ്പ് ലഭിച്ചിരുന്ന സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി അധികാരികൾക്ക് അപേക്ഷ നൽകണം. അപ്പൊ തനിക്ക് മുമ്പ് ചില ലഭിച്ചിരുന്ന പ്രൊഫഷണലിലോ റെഗുലർ ആയിട്ടോ മുമ്പ് ഉണ്ടായിരുന്ന സർവീസ് നമുക്ക് ആനുകൂല്യത്തിനായി പരിഗണിക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നത് മിനിമം 5 വർഷത്തിനുള്ളിലായിരിക്കണം. ആ സർവീസ് കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ അപേക്ഷ കൊടുത്തിരിക്കണം. അതായത് സർവീസിൽ ചേർന്ന തീയതി മുതൽ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രയർ പ്രൊവിഷണൽ സർവീസോ അല്ലെ സ്ഥിരം സർവീസോ ഇപ്പോഴുള്ള സർവീസുമായി കൂട്ടി എനിക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്ന കാര്യത്തിലുള്ള ഒരു അപേക്ഷ സർവീസിൽ കയറി 5 വർഷത്തിനുള്ളിൽ ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കണം. അടുത്ത ചോദ്യം. ഒരു സർക്കാർ ജീവനക്കാരനെ പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ നിർബന്ധിതമായി വിരമിപ്പിക്കുകയോ അല്ലെങ്കിൽ താഴത്തെ തസ്തികയിൽ മാറ്റുകയോ ചെയ്യുന്നതിലൂടെ ഒഴിവ് വരുന്ന സ്ഥിരമായ തസ്തികയിൽ ആ നടപടി നടന്ന തീയതി മുതൽ എത്ര കാലത്തേക്ക് നിയമനം പാടില്ല. ഓക്കെ, ഒരു സർക്കാർ ജീവനക്കാരനെ പിരിച്ചുവിട്ടു, അല്ലെ നീക്കം ചെയ്തു, അല്ലെ നിർബന്ധിതമായിട്ട് റിട്ടയർമെന്റ് കൊടുത്തു, അല്ലെങ്കിൽ താഴ്ന്ന തസ്തികയിലേക്ക് മാറ്റി. ഇങ്ങനെ ഒരു ഒഴിവ് വരുമ്പോൾ അവിടെ 1 വർഷത്തേക്ക് ആ തസ്തികയിൽ നിയമനം പാടില്ല എന്നാ. മനസ്സിലായില്ല? 1 വർഷത്തേക്ക് ആ തസ്തികയിൽ നിയമനം പാടില്ല.
അടുത്തത്, നിലവിലെ ഉത്തരവ് പ്രകാരം കണ്ണട വാങ്ങുന്നതിനായി ചെലവായ തുക. നിലവിലെ ഉത്തരവ് പ്രകാരം കണ്ണട വാങ്ങുന്നതിനായി ചെലവായ തുക എത്ര വർഷത്തിൽ ഒരിക്കൽ തിരികെ ലഭിക്കും? നമുക്ക് കണ്ണട വാങ്ങുന്നതിന് ഇപ്പോൾ 1500 രൂപയാണ് തരുന്നത്. അത് 5 വർഷത്തിൽ ഒരിക്കൽ വീണ്ടും കിട്ടും. 5 വർഷമാകുമ്പം വീണ്ടും കണ്ണട മാറ്റാം, പുതിയ കണ്ണട വാങ്ങാം. അടുത്ത ചോദ്യം, ഗസറ്റഡ് അല്ലാത്ത ഓരോ ജീവനക്കാരൻ്റെയും സർവീസ് ബുക്ക് ഏത് ഫോമിൽ സൂക്ഷിക്കണം? ഫോം 1. ഫോം 1 സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം, നിലവിലെ ഉത്തരവ് പ്രകാരം 85,000 1,43,600 രൂപയ്ക്ക് മുകളിൽ ശമ്പള സ്കെയിലുള്ള സർക്കാർ ജീവനക്കാരുടെ തസ്തികകളിൽ ടൈം ബൗണ്ട് ഹയർ ടേംഡ് അനുവദിക്കുമോ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ സ്റ്റേജ് 85,000 ടു 1,43,600 എന്ന് പറയുന്ന സ്കെയിലിന് മുകളിൽ ഉള്ള സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് എന്തില്ല? ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ഇല്ല. അത്രയും ഉയർന്ന സ്കെയിലിൽ നിൽക്കുന്ന പിന്നെ ഉള്ള അതിൽ ഉയർന്ന സ്കെയിലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ഉണ്ടാവില്ല. ജീവനക്കാരന്റെ രാജി സ്വീകരിക്കാൻ അധികാരപ്പെട്ട അധികാരി ആരാണ്? അത് അപ്പോയിന്റിംഗ് അതോറിറ്റിയാണ്, നിയമനാധികാരി. അടുത്ത ചോദ്യം, 200 കിലോമീറ്ററിൽ കൂടുതലുള്ള ദൂരത്തേക്ക് ഇടയ്ക്കുള്ള യാത്രയ്ക്ക് ഇന്റർമീഡിയറ്റ് ഹോൾട്ട് ഉണ്ട്. ഇടയ്ക്കുള്ള ഡിപ്പാർട്ട്മെന്റൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് അലവൻസ് ലഭിക്കും? ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ 1/2 DA വെച്ചേ കിട്ടുള്ളൂ. അടുത്തത്, അവധി നീട്ടുന്നതിനുള്ള അപേക്ഷ ആർക്കാണ് കൊടുക്കേണ്ടത്? അത് വേണ്ട. ചോദ്യം ഇവിടെ ഉത്തരത്തിൽ തെറ്റായിട്ട് വന്നതാണ്, പോട്ടെ. വിരമിച്ചതിന് ശേഷം ഒരു ഉദ്യോഗസ്ഥൻ നടത്തുന്ന യാത്രയ്ക്ക് ലഭിക്കാവുന്ന യാത്രാ അലവൻസ് മുൻകൂറായി നൽകുന്നതിന് യാത്രയ്ക്കുള്ള ശ്രദ്ധിക്കണേ. അതായത് ഒരു ഉദ്യോഗസ്ഥൻ വിരമിച്ചു, അത് കഴിഞ്ഞ് അയാളുടെ സ്വന്തം റെസിഡൻഷ്യൽ സ്ഥലത്തേക്ക് അയക്ക് പോകാൻ വേണ്ടി നമ്മൾ TA കൊടുക്കും ഗവൺമെന്റ്. അപ്പോൾ ആ TA കൊടുക്കുന്നത് മുൻകൂർ കൊടുക്കും വേണമെങ്കിൽ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. വിരമിച്ചതിന് ശേഷം ഒരു ഉദ്യോഗസ്ഥൻ നടത്തുന്ന യാത്ര, അത് സ്വന്തം റെസിഡൻസിലേക്കായിരിക്കും യാത്ര നടത്തുന്നത്. ആ യാത്ര നടത്തുന്നതിന് ഇയാൾക്ക് മുൻകൂറായിട്ട് TA കൊടുക്കാം, ട്രാവലിംഗ് അലവൻസ് മുൻകൂറായിട്ട് അനുവദിക്കാം. അത് യാത്രയ്ക്കുള്ള അലവൻസിന്റെ എത്ര ശതമാനമായിട്ട് ലിമിറ്റ് ചെയ്യണമെന്നാണ്? അത് 75% ലിമിറ്റ് ചെയ്യണം. യാത്രയ്ക്കുള്ള മൊത്തം ചെലവിന്റെ 75% അയാൾക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ 75% എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഒരു സ്ഥാപനം ചുരുക്കുമ്പോൾ, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ചുരുക്കാണ്, പിരിച്ചുവിടേണ്ട ജീവനക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ എന്തിനുള്ള ചെലവ് കുറയുമെന്ന് നോക്കിയായിരിക്കണം അത് ചെയ്യേണ്ടത്. അങ്ങനെ പിരിച്ചുവിടുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോമ്പൻസേഷൻ പെൻഷൻ ആണ് അവിടുത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താ കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ? ഒരു തസ്തിക നിർത്തലാക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു ജീവനക്കാരന് കൊടുക്കേണ്ടി വരുന്ന പെൻഷനാണ് കോമ്പൻസേഷൻ പെൻഷൻ എന്ന് പറയുന്നത്. അതിന്റെ ചെലവ് എത്ര കുറയും നോക്കണം. എന്നിട്ട് മാത്രമേ ഒരു സ്ഥാപനം ചുരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ചുരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.